റെസിപ്പി ചെയ്താലോ? തനി നാടൻ എന്ന് പറയുമ്പോൾ കുറച്ചു പേർക്കൊക്കെ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും ഏതാണ് റെസിപ്പി എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ഇന്നത്തെ ഡിന്നർ ഇതാണെന്ന് പറഞ്ഞിട്ട്. നമ്മുടെ സ്വന്തം ചക്കപ്പുഴുക്ക്. എനിക്ക് കുറച്ച് കമന്റ്സ് ഒക്കെ വന്നിരുന്നു, ഇപ്പൊ ചക്കയുടെ സീസൺ ആയോ, ചക്ക കിട്ടി തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പത്തനംതിട്ട പോയിരുന്ന കാര്യം പറഞ്ഞല്ലോ, അപ്പൊ അവിടുന്ന് കൊണ്ടുവന്ന ചക്കയാണ്. അപ്പൊ കുറച്ച് ചക്ക കൊണ്ടുവന്ന ചക്കയിൽ പകുതി എടുത്തിട്ട് പുഴുക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇതിനു മുന്നേ ഞാൻ ചക്കപ്പുഴുക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് മധുരമുള്ള രീതിയിലാണ്. അത് അധികം ആൾക്കാർക്ക് താല്പര്യം ഇല്ല എന്ന് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ മധുരമുള്ള രീതിയിൽ എല്ലാ സ്ഥലങ്ങളിലും ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ചെയ്യുന്ന രീതിയാണ് ഞാൻ ആ മധുരമുള്ള രീതിയിൽ ചെയ്തത്. പൊതുവെ എല്ലാവർക്കും നല്ല എരിവുള്ള ചക്കപ്പുഴുക്കും മീൻകറിയും അല്ലെങ്കിൽ ചക്കപ്പുഴുക്കും ഒരു ഗ്ലാസ് നല്ല മധുരമുള്ള കട്ടൻ ചായ ഒക്കെ കൂടി കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു കോമ്പിനേഷൻ ആണ്. ചക്കപ്പുഴുക്കിന്റെ കൂടെ കട്ടൻ ചായ ആണെങ്കിലും അതുപോലെ തന്നെ ചക്കപ്പുഴുക്കിന്റെ കൂടെ മീൻകറി ആണെങ്കിലും. അപ്പോ വെജിറ്റേറിയൻസിനാണെങ്കിൽ നമുക്ക് ഇപ്പൊ നല്ല മധുരമുള്ള ഒരു ഗ്ലാസ് കട്ടൻ ചായ ഒക്കെ കൂടെ കൂട്ടി ഈ ചക്കപ്പുഴുക്ക് കഴിക്കാം. എരിവിന്റെ കൂടെ മധുരം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ മധുരമുള്ള കട്ടൻ ചായ എന്ന് എടുത്തു പറഞ്ഞത്. ഇപ്പൊ നോൺ വെജിറ്റേറിയൻസിനാണെങ്കിലും പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. കപ്പപ്പുഴുക്ക് ചക്കപ്പുഴുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ബെസ്റ്റ് കോമ്പിനേഷൻ വരുന്നത് നല്ല എരിവുള്ള മീൻകറിയാണ്. അപ്പൊ മീൻകറിയുടെ റെസിപ്പി ഞാൻ അടുത്ത ദിവസം തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ന് എന്തായാലും എല്ലാവരും ചക്കപ്പുഴുക്ക് കാണാം. അപ്പൊ ചക്കപ്പുഴുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാണ്. പിന്നെ എന്റെ രീതി, ഞാൻ എങ്ങനെയാണ് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ആ രീതി ഒന്ന് കണ്ടു നോക്കൂ. നമുക്ക് നമ്മുടെ ചക്കപ്പുഴുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ചക്കപ്പുഴുക്കിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ചക്ക മുറിച്ചത് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ തേങ്ങ ചിരവിയത്. ഇപ്പോൾ ചക്ക നമ്മൾ മുറിച്ചിരിക്കുന്നത് ഈ ഒരു വലിപ്പത്തിലാണ്. ഇതുപോലെ ചെറിയ തിക്നെസ്സിൽ മുറിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ ചക്കക്കുരു വേണ്ട, ചക്ക ചുള മാത്രം മതി. ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്യാം, നീളത്തിൽ കട്ട് ചെയ്യാം. പക്ഷെ കുറച്ചുകൂടി ചക്കപ്പുഴുക്കിന് പെർഫെക്റ്റ് റൗണ്ടിൽ കട്ട് ചെയ്യുന്നതാണ്. ഇത് പഴുത്ത ചക്കയല്ല നമ്മൾ എടുത്തിരിക്കുന്നത്, മൂത്ത് വന്ന ചക്ക. അതായത് ചക്ക വറുത്തതിനൊക്കെ ഉപയോഗിക്കുന്ന ചക്കയില്ലേ, ആ ചക്കയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതൊരു ചക്കയുടെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ ചക്ക പൊളിക്കുന്ന പോലെ പൊളിച്ചടർത്തി ഇതുപോലെ മുറിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത്, ഞാനിപ്പോൾ ഇതിൽ പച്ചമുളകാണ് അരയ്ക്കാൻ പോകുന്നത് എരിവിനായിട്ട്. നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം, പക്ഷെ പുഴുക്കിന് പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ നല്ലത്. പിന്നെ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഉള്ളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചക്ക ആയതുകൊണ്ടാണ് ഞാൻ വെളുത്തുള്ളി ചേർക്കുന്നത്. ഇപ്പോൾ കപ്പപ്പുഴുക്കൊക്കെ ആണെങ്കിൽ വെളുത്തുള്ളി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഉള്ളി എടുത്തിരിക്കുന്നത് അരപ്പിലേക്ക് അരച്ച് ചേർക്കാനും അതുപോലെ വറവിടാനും വേണ്ടിയിട്ടാണ്. വെളുത്തുള്ളി ഇപ്പോൾ ഒരു 6 അല്ലി അരയ്ക്കാൻ വേണ്ടി മാത്രം എടുത്തിരിക്കുന്നതാണ്. പിന്നെ കറിവേപ്പില വറവിടാനും അരയ്ക്കാനും വേണം. വറ്റൽമുളക്, മഞ്ഞൾപ്പൊടി, കടുക്, നല്ല ജീരകം. നല്ല ജീരകം നമുക്ക് അരയ്ക്കാനാണ്. മഞ്ഞൾപ്പൊടി നമ്മൾ ചക്കയിൽ ചേർത്ത് കുക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് അരപ്പിലേക്കും ചേർക്കുന്നുണ്ട്. കടുക് വറവിടാനാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ഉപ്പ്, വെള്ളം, വെളിച്ചെണ്ണ. അപ്പോൾ നമുക്ക് ആദ്യം ചക്ക കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ നമ്മൾ ചക്ക പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി മഞ്ഞൾപ്പൊടി ചേർക്കാം. നമ്മൾ അരപ്പിലും മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, അപ്പോൾ ചക്കയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. അതുപോലെ തന്നെ ചക്ക കുക്കാവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി വെള്ളം ഒന്ന് തിളച്ച് ചക്ക പകുതി കുക്കായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. നമ്മൾ പല വെജിറ്റബിൾസും കുക്ക് ചെയ്യുമ്പോൾ പകുതി കുക്കായിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. അത് കൂടുതൽ സമയം പോവാതെ എളുപ്പത്തിൽ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. ഇതൊന്ന് ഇളക്കി കൊടുക്കുക, മഞ്ഞൾപ്പൊടി ചക്കയുടെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആയി വരാനായിട്ട്. പിന്നെ നിങ്ങൾ മുളക് പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കാം. അതിനുശേഷം കുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ അരപ്പ് റെഡിയാക്കുമ്പോൾ മുളക് പൊടി ചേർത്തിട്ട് അരച്ചെടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം. മുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഓറഞ്ച് കളർ വരും നമ്മുടെ പുഴുക്കിന്. അതുകൊണ്ടാണ് മുളക് പൊടി പൊതുവെ പുഴുക്കിൽ പണ്ട് മുതലേ ചേർക്കാത്തത്. അപ്പോൾ ഞാനിത് അടച്ചു വെക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ചക്ക തിളച്ചു. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം ഇളക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ കുറച്ച് കറിവേപ്പില ചേർക്കാം. അതുപോലെ തന്നെ ചക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. ഇനി നമ്മൾ അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർക്കേണ്ടി വരും. ഇപ്പോൾ ഞാൻ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് കുക്കാവട്ടെ. നമുക്ക് അരപ്പ് റെഡിയാക്കാം. ഇപ്പോൾ നമ്മൾ അരപ്പ് റെഡിയാക്കാനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു തേങ്ങയുടെ പകുതി, അതായത് ഒരു 1.5 കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട്, മെഷറിംഗ് കപ്പിൽ പറയുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു 3 ഉള്ളി ചേർക്കുന്നുണ്ട്, 2-3 ഇതള് കറിവേപ്പില,
അതുപോലെ തന്നെ നമ്മുടെ എരിവനുസരിച്ച് പച്ചമുളക് ചേർക്കുക. ഈ പച്ചമുളകിന് എരിവ് അധികമില്ല, അതുകൊണ്ട് ഞാൻ പച്ചമുളക് കൂടുതൽ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിന് എരിവ് കൂടുതലാണെങ്കിൽ കുറച്ച് പച്ചമുളക് ചേർക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് തരിതരിപ്പായിട്ട് ഒതുക്കിയെടുക്കുക. നമ്മൾ അവിയലിന് തേങ്ങ ഒതുക്കിയെടുക്കില്ല, ആ പാകത്തിൽ ഒതുക്കിയെടുക്കുക. നന്നായിട്ട് അരഞ്ഞു പോകരുത്. പുഴുക്കിന് ഒരിക്കലും നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കാറില്ല. അപ്പോൾ ഞാനിതൊന്ന് ഒതുക്കിയെടുക്കട്ടെ. ഇതുപോലെ ഞാൻ തേങ്ങ ഒതുക്കിയെടുത്തിട്ടുണ്ട്, നന്നായിട്ട് അരഞ്ഞു പോയിട്ടില്ല. ഇതുപോലെ മതി. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ചക്കയിലേക്ക് ഈ അരപ്പ് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ ചക്ക നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ നടുഭാഗത്ത് നമ്മൾ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അവിയലിനൊക്കെ ചെയ്യില്ലേ, അതുപോലെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ അരപ്പ് ഇതിൻ്റെ നടുഭാഗത്തേക്ക് വെക്കുക. ഇനി ഈ അരപ്പ് നമ്മൾ ഈ ചക്ക ഉപയോഗിച്ച് നമ്മൾ അവിയൽ ചെയ്യുന്ന സെയിം അതേ പ്രോസസ്സ് തന്നെ ഇങ്ങനെ അടച്ചു വെക്കുക. അരപ്പൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അടയ്ക്കുന്നത്. അരപ്പ് ആവി കയറിയിട്ടാണ് കുക്കാവുന്നത്. ഇനി നമ്മളിതിലേക്ക് വെള്ളം ചേർക്കില്ല. ആദ്യം കുക്ക് ചെയ്യാൻ വയ്ക്കുന്ന വെള്ളം മാത്രമേ ചേർക്കുള്ളൂ. ഇതായത് കണ്ടോ, ഇതുപോലെ നമ്മളിപ്പോൾ ചക്ക ഉപയോഗിച്ച് അരപ്പ് മുഴുവൻ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അരപ്പ് നന്നായിട്ട് ആവി വന്ന് കുക്കായി വരണം, അതുവരെ അടച്ചു വയ്ക്കുക. ലോ ഫ്ലെയിമിലാണ് നമ്മൾ അടച്ചു വയ്ക്കുന്നത്. ചക്ക തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചക്ക തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. പിന്നീടുള്ള കുക്കിങ്ങൊക്കെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ചക്ക നമ്മൾ അടച്ചു വെച്ചിട്ട് കുറച്ച് സമയമായി. നമുക്കിനിയിപ്പോൾ ആവി വരുന്നുണ്ടോ എന്ന് നോക്കാം. നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഇനി നമുക്കിത് ഇളക്കി മിക്സ് ചെയ്യാം. ഇപ്പോൾ അരപ്പ് കുക്കായിട്ടുണ്ടാവും. നന്നായിട്ട് ആവി കയറിയാൽ മതി, അരപ്പ് വേഗം തന്നെ കുക്കാവും. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പ് ചെക്ക് ചെയ്യാം. ഉപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഉപ്പ് കുറവാണ്, ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ചക്കയ്ക്ക് മാത്രമല്ലേ ഉപ്പ് ചേർത്തിട്ടുണ്ടായുള്ളൂ, അരപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ലല്ലോ. അപ്പോൾ ഇതിൽ ഉപ്പ് ഏത് സ്റ്റേജിൽ വേണമെങ്കിലും നമുക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഈ പുഴുക്കിലേക്ക് വറവ് ചേർക്കാം. അപ്പോൾ ഞാനിത് അടുത്ത ബർണറിലേക്ക് മാറ്റി വയ്ക്കട്ടെ. അപ്പോൾ നമ്മൾ വറവ് റെഡിയാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് ഞാനിപ്പോൾ ഇതിലേക്ക് വറവ് ചേർക്കുന്നതിന് ഉള്ളി ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില റെസിപ്പികളിൽ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത ഉള്ളി ചേർക്കും. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നമ്മുടെ ട്രഡീഷണൽ റെസിപ്പീസിൽ മാത്രമേ ഇങ്ങനെ ഉള്ളി ചേർക്കാറുള്ളൂ, ഈ വറവിൽ ചേർക്കുന്നത്. അല്ലാതെ എനിക്ക് ഉള്ളി അത്ര താല്പര്യമില്ല ഇങ്ങനെ വറവ് ചേർക്കുന്നതിനോട്. പക്ഷേ ട്രഡീഷണൽ റെസിപ്പിയിൽ നമ്മൾ ഉറപ്പായിട്ടും ഇത് ചേർത്തില്ലെങ്കിൽ ആ പെർഫെക്റ്റ് ടേസ്റ്റ് വരില്ല. ഇതിലേക്ക് അധികം വെളിച്ചെണ്ണയൊന്നും ആവശ്യമില്ല, കുറച്ച് വെളിച്ചെണ്ണ മതി. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. നമ്മുടെ കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉള്ളി ചേർക്കാം. ഉള്ളി ഒന്ന് കുക്കായിട്ട് കളർ ചേഞ്ച് ആയി വരണം. ലൈറ്റായിട്ടൊരു ഗോൾഡൻ ഷെയ്ഡ് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇപ്പോൾ തന്നെ നമ്മൾ വറ്റൽമുളക് ഉള്ളിയുടെ കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ വറ്റൽമുളകിൻ്റെ കളർ മാറിപ്പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ഉള്ളി കറക്റ്റായിട്ട് കുക്കാവുമില്ല. ആ ഓരോന്നിൻ്റെയും കുക്കിംഗ് ടൈം അനുസരിച്ചാണ് നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസും എപ്പോഴും ചേർക്കേണ്ടത്. ഉള്ളി നമ്മൾ കുക്ക് ചെയ്യുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ്, ഹൈ ഫ്ലെയിമിലല്ല. ഈ ഒരു പുഴുക്കിൽ ആദ്യം ചക്ക തിളയ്ക്കുന്നത് വരെ മാത്രമേ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമുള്ളൂ. ചക്ക വേഗം തന്നെ കുക്കാവുന്നതാണ്. ചക്ക കുരുവും കൂടി ഉണ്ടെങ്കിലേ കുക്കാവാൻ സമയം എടുക്കുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ചേർക്കാം. അതുപോലെ തന്നെ കറിവേപ്പില. ആ കറിവേപ്പിലയുടെ ടേസ്റ്റൊക്കെയാണ് കൂടുതൽ പുഴുക്കിന് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് ഈ വറവ് ചക്കയിലേക്ക് ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വറവ് ചേർത്തതിൻ്റെ ആ ഉള്ളിയുടെയും വെളിച്ചെണ്ണയുടെയും എല്ലാ സ്മെല്ലും ടേസ്റ്റും ചക്കയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 5 മിനിറ്റ് സമയം അടച്ചു വയ്ക്കുക എന്ന് പറയുന്നത്. അതിനുശേഷം ചൂടോടുകൂടി കഴിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ചൂട് മാറിയിട്ട് കഴിക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സ്. ഇനി നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് ഇതുപോലെ തന്നെ കഴിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല എരിവുള്ള മീൻകറി, എരിവും പുളിയൊക്കെയുള്ള മീൻകറിയുടെ കൂടെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ കൂടുതൽ പെർഫെക്റ്റ് ആയിരിക്കും. മീൻകറിയാണ് ചക്കപ്പുഴുക്കിൻ്റെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ. കപ്പയുടെയും ചക്കയുടെയും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ വരുന്നത് മീൻകറിയാണ്. പിന്നെ നിങ്ങൾക്ക് വെജിറ്റേറിയൻസിനാണെങ്കിൽ ഇതുപോലെ തന്നെ കഴിക്കാം, കറികളൊന്നും ആവശ്യമില്ല.
ഇതിപ്പോൾ ചായയുടെ കൂടെ കഴിക്കാം നമുക്ക്, അതുപോലെ തന്നെ ഡിന്നറായിട്ട് കഴിക്കാം. പല രീതിയിൽ പല സമയത്ത് ഇപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ പല പർപ്പസിലുള്ള റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ചക്കയൊക്കെ അവൈലബിൾ ആകുമ്പോൾ ഇതുപോലെ ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പികൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ. അത് വള്ളക്കാരനാണ്, നമുക്ക് വള്ളക്കാരനും വാ ഇതെടുത്തിട്ട് കൊടുക്കാം. കോഴഞ്ചേരിച്ചുണ്ട്. അപ്പൊ പിന്നെ പറഞ്ഞു സംഭവം കോഴഞ്ചേരി കരക്കാരുടെ ചുണ്ടൻ വെള്ളം. ഇപ്പൊ നമ്മള് മറ്റേ ഇത് എല്ലാ കരയിലും ഇല്ലേ ഇതുപോലെ 56, 57 വെള്ളം. ഇത് അത് തുഴയാൻ ഉപയോഗിക്കുന്ന നയമ്പ്. അതിന്റെ തന്നെയാണല്ലോ ഇത്. ഇതിന്റെ നയമ്പ്, ചെറിയ നയമ്പ്. നിങ്ങളൊരു വള്ളക്കാരനായിട്ട് നിങ്ങൾ രണ്ടു വാക്ക് പറ. അതെ, വെള്ളത്തിനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ അവിടെ അമരം എന്ന് പറയുമ്പോ ഞാൻ ഇവിടെ അണിയോന്നായിരിക്കും പറയണത്. അതാ ഞാൻ പറഞ്ഞിട്ട് മിസ്റ്റേക്ക്. ചുണ്ടൻവെള്ളം ഇത്ര അടുത്ത് കാണാൻ പറ്റിയത് നമ്മളിപ്പോ കോഴഞ്ചേരി വന്നതുകൊണ്ടാണ്. അപ്പൊ എല്ലാവരും ഈ ചുണ്ടൻ വെള്ളം കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. കണ്ടിട്ടില്ലാത്ത ആളുകൾ ഒന്ന് അടുത്ത് കാണും.